കുറച്ചധികം കുട്ടികളുടെയും പാരൻസിൻ്റെയും ഒരു ചോദ്യമാണ്. സെപ്റ്റംബർ 11 കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിൽ നിന്നും പ്രൈവറ്റ് കോളേജുകളിൽ നിന്നും ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഫേസ് 3യിൽ അവർക്ക് അലോട്ട് ചെയ്യപ്പെടുന്ന സീറ്റിൽ വരുന്ന വേക്കൻസീസ് എപ്പോൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യപ്പെടുക, മറ്റുള്ള കുട്ടികൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഇനി എത്ര സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും, പക്ഷേ സെപ്റ്റംബർ 15 അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടത്, അപ്പോൾ എങ്ങനെയാണ് 1-2 ദിവസത്തിനുള്ളിൽ ഇത്രയും അധികം കോളേജുകൾ സ്പോട്ടുകൾ നടത്തുക, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും മറ്റുള്ള കോളേജുകളിലും എല്ലാം സീറ്റുകൾ പിന്നെയും ബാക്കിയുള്ളപ്പോൾ ആ സീറ്റുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം ഇതാണ്. ഇപ്പോൾ നിലവിൽ പല കോളേജുകളും സെപ്റ്റംബർ 12, 13, 14 തീയതികളിൽ സ്പോട്ടുകൾ നടത്തുന്നുണ്ട്. നിലവിലുള്ള വാക്കൻസികൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി സെർച്ച് ചെയ്താൽ മാത്രമേ ഇത് കാണാൻ സാധിക്കൂ. DTEയുടെയോ CEയുടെ വെബ്സൈറ്റുകളിൽ അങ്ങനെ ഈ ലിസ്റ്റുകളൊന്നും വരില്ല. ഉദാഹരണത്തിന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ സെപ്റ്റംബർ 12 ഇന്ന് അവിടെ സ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ടാവും. അങ്ങനെ പല കോളേജുകളിൽ ഇന്ന് നാളെയായിട്ട് സ്പോട്ട് നടക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഗൈഡ് ലൈൻ പ്രകാരം അവസാന തീയതി ഫോർ അഡ്മിഷൻസ് ടു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഈസ് സെപ്റ്റംബർ 15. അതൊരു ഫേം ഡേറ്റാണ്. അതുകൊണ്ട് കോളേജുകൾ സ്പോട്ട് നടത്തുന്നുണ്ടെങ്കിൽ അഡ്മിഷൻ അവർക്ക് തീർച്ചയായിട്ടും സെപ്റ്റംബർ 15 മുൻപ് തന്നെ കൊടുക്കണം. അതിനുശേഷം ഒരു കാരണവശാലും ഒരു കുട്ടിക്കും അഡ്മിഷൻ കൊടുക്കാനായിട്ട് നിയമപരമായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് അറിവുണ്ടെങ്കിൽ ഇന്ന കോളേജിൽ ഇന്ന സ്ഥലത്ത് ഒരു വേക്കൻസി ഉണ്ടല്ലോ, എന്താണ് അവർ സ്പോട്ട് നടത്താത്തത്, ഞങ്ങൾക്ക് അവിടെ ചാൻസ് കിട്ടില്ലേ എന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് ആ സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം AICTEയുടെ ഗൈഡ് ലൈൻ പ്രകാരമാണ് തീയതികളെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, കുറച്ച് പരാതികളുടെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ ഒഴിഞ്ഞ് കിടപ്പുണ്ട്, കുട്ടികൾക്ക് അതിലേക്കുള്ള അഡ്മിഷനുള്ള ചാൻസ് കൊടുക്കണം എന്നുള്ള ഒരു പരാതിയുടെ ഇത് പ്രകാരം സുപ്രീം കോടതി AICTEയോട് അഡ്മിഷൻ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയുകയും ഒക്ടോബർ 18 AICTE അവരുടെ അക്കാഡമിക് കലണ്ടർ റിവൈസ് ചെയ്ത് അവരെന്ത് ചെയ്തു, അഡ്മിഷൻ്റെ ഡെഡ് ലൈൻ സെപ്റ്റംബർ 15 എന്നുള്ളത് ഒക്ടോബർ 30 മാറ്റി. അത് സുപ്രീം കോടതിയുടെ വിധി കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് വന്നിരുന്നെങ്കിലും AICTEയുടെ ഉത്തരവ് അന്നാണ് വന്നത്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 18-നും 30-നും ഇടയ്ക്ക് പല കോളേജുകളും, കേരളം ഉൾപ്പെടെ പല കോളേജുകളും സ്പോട്ട് അഡ്മിഷൻ നടത്തി ബാക്കി വരുന്ന വാക്കൻസികൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപക്ഷെ ഈ കൊല്ലവും സംഭവിക്കും. പക്ഷെ നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് കുട്ടികൾ ഇനി നടക്കുമോ, ഇനി എന്താണ് സാധ്യത എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം ഇതാണ്. അതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. താങ്ക് യു സോ മച്ച്.